നമ്മൾ ഈ കാട് പിടിച്ച പ്രകൃതി രമണീയമായിട്ടുള്ള വഴി പോകുന്നത് ഫോറസ്റ്റിലേക്കോ ഒരു ഹൈ റേഞ്ചിലേക്കോ ഒന്നും അല്ല കേട്ടോ. ഇതൊരു റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും കേരളത്തിൻ്റെ തന്നെ എയ്സ്തെറ്റിക് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊന്നും മലയാള സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷനുമായിട്ടുള്ള മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ മുതലമട എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത് ഒരു പക്കാ ഉൾഗ്രാമത്തിലാണ്. പാലക്കാടിൻ്റെ സ്വന്തം കരിമ്പനകളും ആൽമരവും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. പാലക്കാടിൻ്റെ തന്നെ തനിമയായ ഗ്രാമങ്ങളുടെ ഭംഗി ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തും നന്നായി കാണാൻ പറ്റും. 1984 നിലവിൽ വന്ന ഈ റെയിൽവേ സ്റ്റേഷൻ മലയാള സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ്. സിനിമകളായ വെട്ടം, ഹൃദയം, ആടുജീവിതം, മേഘം, അൻപേ ശിവം അങ്ങനെ നിരവധി സിനിമകൾ ഈ സ്റ്റേഷനിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മലയാളികൾക്ക് കൂടുതൽ ഓർമ്മ നിൽക്കുക വെട്ടം എന്ന സിനിമയിൽ ആ റെയിൽവേ സ്റ്റേഷനിലുള്ള സീനായിരിക്കും. വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന നായികയും ദിലീപേട്ടനുമായിട്ട് ചിത്രീകരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള രംഗം മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. ഇപ്പോഴും ആ ആൽമരങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ആ ആൽമരങ്ങൾ അതുപോലെ നിലനിൽക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. 2015 റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു അപ്ഡേഷൻ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഈ മരങ്ങൾ വെട്ടിമാറ്റാനൊരു നിർദ്ദേശം വന്നത്ര. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ മരങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ നാട്ടുകാരുടെ റെയിൽവേ സ്റ്റേഷൻ കൂടിയിട്ടാണ് നമ്മളുടെ ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ. പിന്നൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവിടെ വന്ന അധികം ആരും കാണാൻ പറ്റില്ല. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്, പിന്നെ ഓഫീസിലുള്ള റെയിൽവേ സ്റ്റാഫും. പിന്നെ ഇവിടെ വരുന്ന ട്രെയിനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ആകെ ഒരു ട്രെയിനാണ് ഈ വഴി പോണതായിട്ട് ഇവിടെ സ്റ്റോപ്പുള്ളതായിട്ട് പറഞ്ഞത്. ഇതുവഴി ഒരുപാട് ട്രെയിൻ പോകുന്നുണ്ട്. പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് കണക്ട് ചെയ്യുന്ന റൂട്ടാണിത്. നമുക്കറിയാൻ പറ്റിയത് പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് കാലത്ത് 6:40 45 ആണ് ഇവിടുന്ന് പോവുക. അതേ എക്സ്പ്രസ് തിരിച്ചു വരുമ്പോൾ 8:25 നൈറ്റിനും ഇവിടെ സ്റ്റോപ്പുണ്ട്. ഈ 2 സ്റ്റോപ്പുകളാണ് ഈ സ്റ്റേഷനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റിയത്. വേറെ ഒരു ട്രെയിനും ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര വിജനമായിരിക്കും, ഭയങ്കര ലോൺലി ആയിരിക്കും, നമ്മൾ പോയാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ ഒരു സ്ഥലമായിരിക്കും. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ക്യാമറയിലുള്ള വീഡിയോഗ്രാഫി അലോഡല്ല. വലിയ ക്യാമറയിലുള്ള വീഡിയോഗ്രാഫി, ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ക്യാമറാസിനുള്ള വീഡിയോഗ്രാഫി, അതിന് സ്പെഷ്യൽ പെർമിഷൻ വേണമെന്നാണ് അവർ പറഞ്ഞത്. മൊബൈൽ ഫോൺസ് ഇവിടെ കുഴപ്പമില്ല, യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ ഈ ആൽമരങ്ങൾ അതിൻ്റെ വള്ളിയിൽ പിടിച്ചിട്ട് വലിച്ച് പൊട്ടിക്കുക, ആടുക അങ്ങനെ ചെയ്തിരുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ അതോറിറ്റീസ് വന്ന് നമ്മളവിടെ നിന്ന് പുറത്താക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.